ബി അലേർട്ട് ഫാസ്റ്റ് ലൈൻ ഫോർ ഓവർടേക്കിംഗ് ഓൺലി. മനസ്സിലായോ? അതായത് നമ്മുടെ ഈ ഫാസ്റ്റ് ലൈൻ, ഇതിപ്പോൾ 6 ലൈൻ ഉണ്ട്, ഇതിലെ ഫാസ്റ്റ് ലൈൻ ഓവർടേക്കിങ്ങിന് വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഈ സംഭവം ലെഫ്റ്റ് ലൈൻ ഫോർ ഓവർടേക്കിംഗ് ഓൺലി അല്ലെങ്കിൽ ഫാസ്റ്റ് ലൈൻ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. പലപ്പോഴും ടോപ്പ് സ്പീഡിൽ പോകുന്നവർ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതും അറിയാം. ഇതറിഞ്ഞിട്ടും ഈ ഫാസ്റ്റ് ലൈനിൽ പതുക്കെ പോകുന്നവരോടാണ് പറയുന്നത്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫാസ്റ്റ് ലൈനിൽ കയറാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിൽ ടോപ്പ് സ്പീഡിൽ പോകുമ്പോൾ ഒരു ഉത്തരവാദിത്വവും ഈ രാജ്യത്തിനോടും നിയമത്തിനോടും കാണിക്കാതെ, ബാക്കിയുള്ള ജീവനുകൾക്കൊന്നും ഒരു ഇതും കാണിക്കാത്ത ചില ആളുകൾ ഈ സെക്കൻഡ് ട്രാക്കൊന്നും തേർഡ് ട്രാക്കൊന്നും ഒക്കെ ഒറ്റയടിക്ക് ഫാസ്റ്റിലേക്ക് വരും. അപ്പോൾ ചില സമയത്ത് ചിലപ്പോൾ നമുക്ക് ചവിട്ടാൻ പറ്റില്ല, അല്ലെങ്കിൽ ചവിട്ടുന്ന സമയത്ത് ഡിസ്റ്റൻസ് കുറയും. അങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാത്തതിനും ടെയിൽ ഗേറ്റിങ്ങിനും ഫൈനും കിട്ടും. അങ്ങനെ കിട്ടുന്നവരും കിട്ടിക്കൊണ്ടിരിക്കുന്നവരും ഇപ്പം ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളായിട്ട്, അതായത് ഞാനായിട്ട് അങ്ങനെ ഒരു പ്രശ്നം മറ്റുള്ള ഡ്രൈവർക്ക് ഉണ്ടാക്കി കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളത്. ഞാനിപ്പോൾ ഫാസ്റ്റ് ലൈനിൽ കയറാറില്ല. ഞാൻ എന്ത് ചെയ്യും, ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡിലേക്ക് പോകും. അത് അല്ലെങ്കിൽ ഇൻ കേസ് റോഡ് ഫ്രീ ആണെങ്കിൽ മാത്രം ഞാൻ ടോപ്പ് സ്പീഡിൽ ക്രോസ് ഇട്ട് പോകാറുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു 20 ദിവസം, ഈ ഡിസംബറിൽ 20 ദിവസത്തിൽ 1-2 ഫൈൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിൽ കൂടുതൽ കിട്ടിയിട്ടില്ല. മറ്റേത് അങ്ങനെയല്ല, ഒരു 2 ദിവസം കൂടുമ്പോൾ കിട്ടാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടി ആപ്ലിക്കബിൾ ആക്കാൻ നോക്കുക. പോകാനാരെങ്കിലും പോയിക്കോട്ടെ, അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ.